എന്തോന്നാണ് പ്രശ്നം ശരിക്കും? എന്ത് പ്രശ്നം? മണിക്കൂട്ടൻ ചേട്ടൻ പറഞ്ഞ കാര്യത്തില് അതൊന്നും ശരിയാവില്ല മണി. അതെന്ത് ശരിയാവാത്ത? ഇങ്ങനെ ഈ കടമൊക്കെ വാങ്ങിച്ച് സ്ഥലം വാങ്ങിക്കുന്ന കാര്യം അത് ശരിയാവില്ല. രവിയേട്ട, അത് കണ്ണായ സ്ഥലം ഈ വിലക്ക് പിന്നീട് കിട്ടുമോ? നല്ലൊരു ഇതല്ലേ, ഡീലല്ലേ? എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കണല്ലേ നല്ലത്. അതൊന്നും ശരിയാവില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെന്ത് മണി? പൈസ ഇല്ലാത്തതാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. മണിക്കൂട്ടൻ ചേട്ടൻ സഹായിക്കാന്ന് പറയുമ്പോ പിന്നെ നമ്മള് നല്ലൊരു അവസരം കിട്ടുമ്പോൾ വേസ്റ്റാക്കി കളയണം. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ മണി? അതെ, ഇപ്പം ഇങ്ങനെ കടം വാങ്ങിച്ച് ഈ വസ്തു വാങ്ങിക്കേണ്ട കാര്യം എന്താണ് ആവശ്യം? ഞാൻ നോക്കിട്ട് ഒരു ആവശ്യമില്ല. പിന്നെ നമുക്ക് ഇല്ലെങ്കിൽ മുണ്ട് മുറുക്കി കിടക്കണം, അങ്ങനെ ജീവിക്കണം. എന്തോന്ന് പറഞ്ഞു മുണ്ട് മുറുക്കി കിടക്കാം? ഇവിടെ പട്ടിണി എടുക്കേണ്ട ആവശ്യം? ഈ തരുന്ന പൈസ ആരുടെയാണ്? എന്റെ സഹോദരൻ, എന്റെ അച്ഛന്റെ നിന്നുള്ള പൈസയാണ് തരുന്നത്. ആരുടെ പൈസയാണ്? എനിക്ക് അവകാശപ്പെട്ട പൈസ. അതിലെന്തോ എന്റെ നിന്ന് പൈസ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ ദേവിയേട്ടന് അഭിമാനമാണ് വലുത് അല്ലേ? നീ ഇങ്ങനെയൊന്നും വ്യാഖ്യാനിക്കല്ലേ. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും ശരിയാവൂല. ശരിയാവൂല എന്ന് പറഞ്ഞോണ്ടിരുന്ന എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചാലല്ലേ അത് ശരിയാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കാതെ നമ്മക്കൊണ്ട് പറ്റും. ഒന്നും വേണ്ട, എന്റെ അവകാശം ഒന്നും വേണ്ട. നമ്മളെ തൽക്കാലത്തേക്ക് ആ പൈസ ഒന്ന് മറിച്ച് സഹായിക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. നമ്മൾ അങ്ങനെ മൊത്തത്തിൽ വേണമെങ്കിൽ പലിശയും കൂടെ ചേർത്ത് അവിടെ കൊടുക്കാം. നിനക്ക് എന്നെ നല്ലപോലെ അറിയാലോ, ഞാൻ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം പോകാതെ കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ലോൺ വല്ലതും ട്രൈ ചെയ്യാം. അത് കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. പോവാതെ കിടക്കുമ്പോ കാലങ്ങൾ കഴിഞ്ഞിട്ടല്ലേ പിന്നെ അവർ വെച്ചോണ്ടിരിക്കില്ല. അവർക്ക് എന്തോ അത്യാവശ്യം ഉണ്ടായിട്ടല്ലേ അത് വിൽക്കാൻ നിൽക്കുന്നേ. ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം, ഇല്ലെങ്കിൽ അത് പോട്ടെ. അപ്പൊ എന്നാലും ഇപ്പൊ നടക്കൂലെന്ന് ഉറപ്പന്നെ? നടക്കൂല. അപ്പൊ തീരുമാനത്തിൽ മാറ്റൊന്നുമില്ലല്ലോ? ഒരു മാറ്റവും ഇല്ല. തീരുമാനം നിനക്കറിയാലോ എന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പൊ ഞാനിത് ചേട്ടനോട് പോയി പറയുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് അനുഭവിച്ചോ ഒറ്റയ്ക്ക്. ഭവിഷ്യത്താ? ആ ഭവിഷ്യത്ത് ഇതൊന്നും ഞാൻ പോയി പറയാൻ പോണു. മണി, ഒരു വഴിക്കും എടുക്കാത്ത മണി മണിന്ന് വിളിക്കണ്ട. ആരും ഒന്നും മനസ്സിലാക്കണില്ല, ചുമ്മാ അങ്ങ് പറയുകയാണ്. മാമ ഇങ്ങനെ വിഷമിക്കാതെ, അച്ഛൻ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞേ. അങ്ങനെ ഉദ്ദേശിച്ചല്ലടി, ദുരുദ്ദേശിച്ചതാ. അല്ല, എനിക്കെല്ലാം മനസ്സിലായടി. അങ്ങനെ എന്നെ വെറും അളിയനായിട്ടാ കാണുന്നത്. അതാ എനിക്ക് പോയത്. അതെ, അമ്മ സംസാരിക്കാൻ പോയിരിക്കല്ലേ അച്ഛനോട്. അമ്മ സംസാരിച്ചിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് കാര്യം എന്താന്ന് അറിയാലോ. ഇങ്ങനെ വിഷമിക്കാതെ. നന്നാവൂല, ഈ ജന്മത്ത് നന്നാവൂല ഇങ്ങനെ പോവാണെങ്കിൽ. എടി പെങ്ങളെ, എന്നെ കുറിച്ച് വേണ്ടാതിനും പറഞ്ഞോണ്ടല്ലോ, എനിക്ക് ഒന്നാമത് ദേഷ്യപ്പെട്ടിരിക്കുക. ഞാൻ മണിക്കൂട്ടി ചേട്ടനല്ലല്ലോ പറഞ്ഞത്, രവിയേട്ടനല്ലേ. എന്തു പറ്റി? അച്ഛൻ എന്തു പറഞ്ഞു? അമ്പിനും വില്ലിനും അടുക്കൂലെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരു രീതിയിലും അടുക്കണില്ല. കടവായിട്ടോ അഡ്വാൻസ് ആയിട്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് കൈക്കൊള്ളാൻ പറഞ്ഞ ഞാൻ കേൾക്കണ്ടേ? ഒന്ന് ഞാൻ പിടിച്ച മുയലിന് 3-4 കൊമ്പെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ വാദിച്ചോണ്ടിരിപ്പുണ്ടോ? അമ്മ, അച്ഛന്റെ എത്തിക്സ് വളരെ ഡിഫറെന്റ് ആണ്. ഒരു പരിധി വരെ നല്ലതാണ്, പക്ഷെ മക്കളെ എത്തിക്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അത് കുടുംബജീവിതത്തിൽ അതൊന്നും ശരിയാവില്ല. ഫാമിലി സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടെങ്കിലേ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പോകുള്ളൂ. ഇത് എന്തോന്ന് എത്തിക്സ്? അല്ല, എനിക്ക് അതിനകത്തൊന്നും അല്ല സങ്കടം. അളിയൻ എന്റെ ഈ കുടുംബത്തിലെ ഒരാളായിട്ട് പോലും എന്നെ കരുതുന്നില്ല. അതാ എനിക്ക്. അമ്മ ഇങ്ങനെ ഇരുന്ന് വിഷമിക്കാതെ മാമ. ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ ഒരു കാര്യം ചെയ്യണം. ചേട്ടനോട് ആൾക്കാർ എങ്ങനെ പെരുമാറണോ അതേ നാളത്തിൽ തിരിച്ചും പെരുമാറുക. അങ്ങനെ തന്നെ ഞാനും തീരുമാനം എടുത്തേക്കുന്നു. അളിയൻ എന്നോട് അങ്ങനെ പെരുമാറുന്നോ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കും. നോക്കൂ.